എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ഒരു മഹാകവി പാടിയതുപോലെയാണ് കോൺഗ്രസിലെ അവസ്ഥ. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും നേതാക്കന്മാർ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ പീഡിപ്പിച്ച് ശ്രമം നടത്തിയതായ കാര്യങ്ങളാണ് കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ലൈംഗിക അതിക്രമം നടത്തിയെന്നും കോൺഗ്രസ് നേതാക്കൾ ജാതീയമായി അധിക്ഷേപിച്ചെന്നും DCC ജനറൽ സെക്രട്ടറിയായ വനിതാ നേതാവ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ചില്ലറ കാര്യമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. രണ്ടും ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. ഒന്ന് ജാതീയമായി അധിക്ഷേപിക്കുകയും ഇതുകൂടാതെ ലൈംഗികമായിട്ട് അതിക്രമം നടത്തുക. ഈ രണ്ട് സംഭവമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ രീതിയിൽ വനിതാ നേതാവ് രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് നൽകിയ പരാതി ഇവർ മുക്കിയെന്നും വളരെ വ്യക്തമായിട്ട് ദളിത് നേതാവ് പറയുന്നുണ്ട്. കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ സൈജന്റ് ചാക്കോ, മുൻ ബ്ലോക്ക് പ്രസിഡന്റായ എബി എബ്രഹാം എന്നിവർക്കെതിരെ കഴിഞ്ഞ ഓഗസ്റ്റ് 18-നാണ് പരാതി നൽകിയതെന്ന് വനിതാ നേതാവ് വെളിപ്പെടുത്തി. സൈജന്റ് ചാക്കോ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും കൂടെ ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇത് എതിർത്തതിന്റെ വൈരാഗ്യത്തിൽ തന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചു. ചോദ്യം ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എബി എബ്രഹാമും ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട താൻ നേതൃസ്ഥാനത്തേക്ക് വരാൻ അർഹതയില്ലാത്തവളാണെന്നും സംവരണത്തിലൂടെ വന്നതാണെന്നും ഇവർ പരിഹസിച്ചു. സ്ത്രീത്വത്തെ അവമാനിക്കുകയും ജാതിക്ഷേപവും ചെയ്ത നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഇവർ എറണാകുളം DCC പ്രസിഡന്റിന് പരാതി നൽകിയത്. നോക്കൂ, ഒരു ദളിത് വനിതയായ അല്ലെങ്കിൽ ജാതികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സ്ത്രീയോട് ഇവർ നടത്തിയിരിക്കുന്ന ഈ പറയുന്ന സവർണകുമാരന്മാർ നടത്തിയിരിക്കുന്ന വലിയ തോതിലുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഇവർ അപഹാസ്യമായി സംസാരിക്കുക മാത്രമല്ല, ഇവർ രണ്ടുപേരും കൂടെ ചെല്ലാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഈ വനിതാ നേതാവിനോട് ചെയ്തത്. ഇവർക്ക് എന്തിൻ്റെ ദാരിദ്ര്യമാണുള്ളത്? മുക്കിന് എല്ലാ കാര്യങ്ങളും നടത്താൻ സംവിധാനങ്ങളുള്ളപ്പോൾ ഇവർ ഈ പറയുന്ന പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കന്മാർക്കെതിരെ പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം പ്രതികരിക്കാത്തത്? വ്യക്തമായ പേരുവിവരങ്ങൾ സഹിതം എവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള എല്ലാ തെളിവുകളും സഹിതമാണ് ഈ വനിതാ നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് വനിതാ നേതാവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. DCC ഓഫീസിന്റെ ലിഫ്റ്റിൽ കയറുമ്പോൾ കോൺഗ്രസ് നേതാവായ രാജു കല്ലുമടത്തിൽ കടന്നു പിടിച്ചു എന്ന് ഇവർ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് ചെല്ലാൻ പാടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെ ചെല്ലണം എന്ന് AICCയുടെ അംഗമായിരുന്ന സിമി റോസ്ബെല്ല് വെളിപ്പെടുത്തിയിട്ട് 2 ദിവസം പിന്നിടുന്നേ ഉള്ളൂ. ഇതാണിപ്പോൾ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഓരോ കോൺഗ്രസ് നേതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഭീഷണിയാണ് ഓരോ കോൺഗ്രസ് നേതാക്കന്മാർക്കും അല്ലെങ്കിൽ കോൺഗ്രസിലെ വനിതകളായവർക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്ര തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഇനിയും തിരിയാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം വരുമ്പോഴേക്കും കൂടുതൽ പ്രവർത്തകരും അണികളുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഈ ഘട്ടത്തിലെല്ലാം ഈ നേതാക്കന്മാരുടെ കൂടുതൽ വളരെ വൈകൃതമായ ഇത്തരം പ്രവൃത്തികൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം ഇപ്പോഴും വനിതാ പ്രവർത്തകർക്ക് ഉണ്ട്. അടിയന്തരമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ ആദ്യം സ്വയം നന്നാകുകയും അതോടൊപ്പം തന്നെ സ്വന്തം കീഴിലുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.